DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി, ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുന്നത് എപ്പോൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊപ്പം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പരിശോധിക്കുമെന്നും അനർഹർ പെൻഷൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന് വിശദമായ പരിശോധനയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. വീട്ടിൽ AC വെക്കുന്നതുകൊണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേർക്ക് ജൂൺ മാസ ക്ഷേമ പെൻഷൻ തുകയായ 2000 രൂപ വീതം ലഭിക്കും. ജൂൺ 24 ബുധനാഴ്ച മുതലാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക എന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കി. അതിന്റെ ഭാഗമായി നാളെ ധനവകുപ്പിന്റെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങും. അധികാരത്തിലേറിയതിന്റെ 2ാമത്തെ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പെൻഷൻ തുക 3000 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്ന UDF വാഗ്ദാനം LDF നൽകിയ വാഗ്ദാനം പോലെ ആയിരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF 2500 രൂപയാക്കുമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. അതിൽ നിന്ന് 2000 ആക്കി ഉയർത്തിയത് 2ാം LDF സർക്കാരിന്റെ കാലാവധി തീരാനിരിക്കെയാണ്. അത്തരമൊരു കാലതാമസം UDF വരുത്തില്ല എന്ന് സതീശൻ പറഞ്ഞു. ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള സുപ്രധാന വാഗ്ദാനമായ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും VD സതീശൻ നിയമസഭയെ അറിയിച്ചു. അതിനാൽ ക്ഷേമ പെൻഷൻ തുക 3000 എന്നത് ഈ സർക്കാരിന്റെ അവസാന കാലത്തല്ല, അധികം വൈകാതെ തന്നെ കിട്ടിത്തുടങ്ങുമെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പരിശോധിക്കും. അനർഹർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന് വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അർഹരായ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെടാതെ പുറത്തു നിൽക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും. ഇതോടെ നിലവിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ അർഹതാ മാനദണ്ഡങ്ങൾ വരും മാസങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാകുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കൽ, അതോടൊപ്പം ഭൗതിക സാഹചര്യങ്ങളുടെ വിലയിരുത്തലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വീടുകളിൽ AC ഉള്ളതിനാൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പരാതി വരുന്നതായി നിയമസഭയിൽ വ്യക്തമാക്കപ്പെട്ടു. അത്തരത്തിൽ പെൻഷൻ മാനദണ്ഡങ്ങളിൽ പല പരാതികളും ഉയർന്നിട്ടുണ്ടെന്നും ഇത് പരിശോധിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ കുറേ മാസങ്ങളിൽ ഒട്ടേറെ പേർക്ക് വീടുകളിൽ AC ഉണ്ടെന്ന കാരണത്താൽ ക്ഷേമ പെൻഷൻ റദ്ദാക്കപ്പെട്ടിരുന്നു. ഇതിൽ അനുകൂലമായ ഒരു തീരുമാനം വരികയാണെങ്കിൽ ഒട്ടേറെ പേർക്ക് അതൊരു ആശ്വാസമാകും. അനർഹരായ ചില ആളുകൾ നിലവിലെ ക്ഷേമ പദ്ധതിയിലുണ്ടെന്നും അർഹരെ ഉൾക്കൊള്ളാനും അനർഹരെ ഒഴിവാക്കാനുമായി ഒരു സംവിധാനം സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ ക്ഷേമ പെൻഷൻ അർഹതയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുമെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ഇതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് തുടങ്ങിയതാണ് ഈ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ BPL വിഭാഗത്തിലെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിലവിൽ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ജൂൺ മാസത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. പദ്ധതി ആരംഭിച്ചിട്ട് കേവലം 2 മാസം മാത്രം പെൻഷൻ വിതരണം നടത്തിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ 2 മാസമായി കുടിശ്ശികയുമാണ്. സുപ്രധാനമായ ഇക്കാര്യങ്ങളും ബുധനാഴ്ച മുതൽ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ആരംഭിക്കുമെന്ന കാര്യവും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.